ഓരോ മരുഭൂമിക്കും ഓരോ കഥകൾ പറയുവാനുണ്ടാകും. നിഗൂഢതകളും അത്ഭുതങ്ങളും നിറഞ്ഞതാണ് വടക്കാഫ്രിക്കയിലെ രാജ്യമായ ഈജിപ്ത്. പടിഞ്ഞാറ് ഭാഗത്ത് ലിബിയയും തെക്ക് ഭാഗത്ത് സുഡാനും കിഴക്ക് ഭാഗത്ത് ഫലസ്തീനുമാണ് പ്രധാനപ്പെട്ട അതിരുകൾ. വടക്കേ തീരം മെഡിറ്ററേനിയൻ കടലും കിഴക്കേ തീരം ചെങ്കടലും കൊണ്ട് മനോഹരമാക്കുന്നു. അത്ഭുതങ്ങൾ മാത്രം അവശേഷിക്കുന്ന ചരിത്രത്താളുകളിലൂടെയുള്ള 5 ദിവസത്തെ യാത്ര. യാത്രയിലുടനീളം ഞങ്ങൾ കണ്ടതും കേട്ടതും അറിഞ്ഞതും പഠിച്ചതുമെല്ലാം നിങ്ങളിലേക്കും കൂടി എത്തിക്കുക എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യവും. മഴമേഘങ്ങളെ കീറിമുറിച്ചുകൊണ്ട് ഈജിപ്തിലേക്കുള്ള യാത്ര ആരംഭിച്ചു. യാത്രാമധ്യേ വിമാനത്തിൽ നിന്നും ഖത്തർ ക്രിക്കറ്റ് ടീമിനെ കാണുവാനും പരിചയപ്പെടാൻ സാധിച്ചത് വലിയൊരു അനുഭവമായി. ഞങ്ങൾ കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ 1 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം വിമാനം ഒമാനിലിറങ്ങി. അതിമനോഹരമായ എയർപോർട്ട്. ഇവിടെ ഏകദേശം 2.5 മണിക്കൂർ നമുക്ക് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. ശേഷം 4 മണിക്കൂർ നീണ്ട യാത്ര. ഏകദേശം 12 മണിയോടുകൂടി വിമാനം കെയ്റോ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങി. പ്രതീക്ഷിച്ച പോലെ തന്നെ വലിയ ആഡംബരങ്ങൾ ഒന്നുമില്ലാത്ത എയർപോർട്ട്. ഈജിപ്തിലെ ഏറ്റവും തിരക്കേറിയ എയർപോർട്ടുകളിലൊന്നാണ് കെയ്റോ ഇന്റർനാഷണൽ എയർപോർട്ട്. പുരാതന ഈജിപ്തിലെ സെൽക്കിത്ത് എന്നു പേരുള്ള ഒരു ദേവതയുടെ പ്രതിമ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അർദ്ധരാത്രി ആയതുകൊണ്ടാവണം തിരക്ക് വളരെ കുറവായതിനാൽ വളരെ പെട്ടെന്ന് എമിഗ്രേഷൻ നടപടികൾ കഴിഞ്ഞ് ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ സാധിച്ചു. ഈജിപ്തിലോട്ട് യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ക്യാഷ് നാട്ടിൽ നിന്ന് പൗണ്ടായിട്ട് നമ്മൾ കറൻസി മാറിക്കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഏറ്റവും ബെറ്റർ നമ്മൾ ഡോളർ ആക്കിയിട്ട് കയ്യിൽ കരുതുന്നതായിരിക്കും നല്ലത്. ഈജിപ്ഷ്യൻ പൗണ്ടിന് മൂല്യം വളരെ കുറവായതിനാൽ അവിടുത്തെ കൂടുതൽ വിനിമയങ്ങളും ഡോളറിൽ തന്നെയാണ്. ഇനി അതല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്നും ഡോളർ കൊടുത്ത് ഈജിപ്ഷ്യൻ പൗണ്ടിലോട്ട് മാറുന്നത് ലാഭകരമാണ്. ഇതൊന്നും നേരത്തെ കയ്യിൽ കരുതാതിരുന്ന ഞങ്ങൾ അവസാനം എയർപോർട്ടിലെ ATMിൽ നിന്നും ഖത്തറിലെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ക്യാഷ് വിഡ്രോ ചെയ്യേണ്ടി വന്നു. ഇത് ശരിക്കും നമുക്ക് നഷ്ടമാണ്. ഏറ്റവും ബെറ്റർ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ഡോളറിലോട്ട് മാറ്റി നമ്മളെ കയ്യിൽ സൂക്ഷിക്കുന്നതാണ്. വേണ്ടി വന്നാൽ നമുക്ക് അവിടെ നിന്ന് ഡോളർ പൗണ്ടിലോട്ട് മാറുകയും ചെയ്യാം. ഏതാനും മിനിറ്റുകൾ കൊണ്ട് ഞങ്ങൾ കെയ്റോ നഗരത്തിലേക്ക് കടന്നു. അറേബ്യയിൽ തന്നെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്ന്. ജനസാന്ദ്രത കൊണ്ട് തിങ്ങിപ്പാർക്കുന്ന നഗരമായ കെയ്റോ ലോകത്തിലെ ഗതാഗതത്തിരക്കുള്ള നഗരങ്ങളിൽ ഒന്നുകൂടിയാണ്. തിരക്കേറിയ കെയ്റോ നഗരം സമയം 1 മണി കഴിഞ്ഞിട്ടും വാഹനങ്ങളും കാൽനടക്കാരും കടകമ്പോളങ്ങളും കൊണ്ട് സജീവമായിരിക്കുന്ന പട്ടണം. ഈ അർദ്ധരാത്രിയിലും തെരുവുകളിൽ സ്ത്രീകളും കുട്ടികളും യഥേഷ്ടം സഞ്ചാരം നടത്തുന്നുണ്ട്. അതൊരു പക്ഷേ ഈ രാജ്യത്തിന്റെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള സുരക്ഷിതത്വത്തെ എടുത്തു കാണിക്കുന്നതാവാം. ഇതാണ് നമ്മളെ ഡ്രൈവർ. ഹബീബ് എന്ത് ഇസ്മു? ഫാജി. ഫാജി. നൈസ് നെയിം. ഇവിടുത്തെ വാഹനങ്ങളും റോഡും ഇവിടുത്തെ റോഡ് നിയമങ്ങളൊക്കെ ഒരു ഭയങ്കര രസമാണ്. റോഡ് നിയമങ്ങളൊന്നും തീരെ പാലിക്കാതെ ഡ്രൈവ് ചെയ്യുന്നതാണ്. അതുപോലെ ഇത്ര സമയമായിട്ടും അടിപൊളി. ഇത് നമ്മുടെ ഇവിടുത്തെ ഒരു മെയിൻ സിറ്റിയിലെ കാഴ്ചയായിട്ട് കണ്ടേ. എയർപോർട്ടിൽ നിന്നും ഞങ്ങളുടെ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്ന കൈറോയുടെ ഹൃദയഭാഗത്തുള്ള ഡൗൺ ടൗണിലേക്ക് ഏകദേശം 210 ഈജിപ്ഷ്യൻ പൗണ്ട് ചാർജായി. കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മളെ ഹോട്ടലിന് നമ്മുടെ ഹബീബ് ഉണ്ട്. ബ്രോ, വാട്ട്സ് യുവർ നെയിം? മുഹമ്മദ്. ആള് വന്ന് നമ്മളെ ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മളെ റൂമിലേക്ക് പറയാനുണ്ട്. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിന്റെ പേര് മിയാമി ഹോട്ടൽ എന്നാണ്. പക്ഷേ ഡ്രൈവർ ഞങ്ങളെ ഡ്രോപ്പ് ചെയ്തത് മിയാമി എന്നു പേരുള്ള ഒരു സിനിമ തിയേറ്ററിന് മുന്നിലും. എന്തിനു പറയണം, ഞങ്ങളുടെ കയ്യിൽ ആരെയും കോണ്ടാക്ട് ചെയ്യാനുള്ള കോണ്ടാക്ട് നമ്പറോ
അതല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കണക്ഷനോ ഉണ്ടായിരുന്നില്ല. മറ്റൊരു വഴിയില്ലാതെ വന്നപ്പോൾ ഞങ്ങൾ നേരെ അവിടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമായി കോൺടാക്ട് ചെയ്ത് അവസാനം അവർ Booking.comലെ ഞങ്ങളുടെ റെഫറൻസ് കോഡ് വെച്ചിട്ട് ഹോട്ടൽ കണ്ടുപിടിക്കുകയും ഹോട്ടലിലേക്ക് വിളിച്ച് അവിടുത്തെ ഒരു റെപ്രസെൻറ്റേറ്റീവിനോട് ഞങ്ങൾ നിൽക്കുന്ന ഭാഗത്തേക്ക് വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് മുഹമ്മദ് പേരുള്ള ഒരു യുവാവ് ഞങ്ങൾ വന്ന് ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഇതാണ് നമ്മൾ താമസിക്കുന്ന മിയാമി ഹോട്ടൽ. വളരെ സുരക്ഷിതമായി തന്നെ നമ്മളിവിടെ എത്തിച്ചേർന്നു. 1000 മിനാരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന കെയ്റോയിലെ യാത്രാവിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ലോകാത്ഭുതങ്ങളിൽപ്പെട്ട ഇന്നും നിഗൂഢതകൾ മാത്രം ബാക്കിയാക്കി കെയ്റോയിലെ ആകാശം മുട്ടുയർന്നു നിൽക്കുന്ന പിരമിഡുകൾക്കുള്ളിലൂടെയാണ് നാളത്തെ യാത്ര. വീഡിയോ കാണുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.